ആനകള് സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് അവർക്കുള്ള പ്രോട്ടീൻ മീറ്റ് ചെയ്യുന്നു. പക്ഷെ മനുഷ്യർക്ക് അത് വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രോട്ടീനിന്റെ ബയോ അവൈലബിലിറ്റി മനുഷ്യർക്ക് വളരെ കുറവാണ്. ഇനി ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് മനുഷ്യരേനെ ആനയായിട്ട് കമ്പയർ ചെയ്ത് വെച്ചാല് സസ്യബുക്കായ ആനയെ വെച്ചല്ല മനുഷ്യരുടെ ദഹന വ്യവസ്ഥ കമ്പയർ ചെയ്യേണ്ടത്, മിശ്ര ബുക്കുകളായ പന്നികളെയും കരടികളെയും വെച്ചാണ്. കാരണം മനുഷ്യൻ ബയോളജിക്കലി ഒരു മിശ്ര ബുക്കാണ്. അപ്പൊ ആദ്യം നമുക്കില്ലാത്തത് എന്താണ് സസ്യബുക്കുകൾക്കുള്ളത് എന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് ഒരു ടിപ്പിക്കൽ സസ്യബുക്കിനെ എടുക്കാം. പശു. ഇവരുടെ വയറ് നമ്മുടെ നിന്ന് വിഭിന്നമായിട്ട് 4 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റുമൻ, റെട്ടിക്കുലം, ഒമേസം, അബോമേസം. ഇതിൽ അബോമേസം ആണ് നമ്മുടെ സ്റ്റൊമക്കായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. ഇനി ഇതിന് മുന്നേ ഉള്ള 3 കമ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഫെർമെന്റേഷൻ പ്രോസസ് ആണ്. ഒരുപാട് സൂക്ഷ്മാണുക്കള് ഈ 3 അറകളിലായിട്ട് പശുക്കളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ അണുക്കളാണ് ഇവര് കഴിക്കുന്ന പുല്ലിലെ സെല്ലുലോസ് എന്ന ഘടകം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിലുള്ള ന്യൂട്രിയൻസ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ ഫെർമെന്റേഷൻ വഴി ഈ അണുക്കളും പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്. ഒരു സസ്യബുക്കിന്റെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്. എസറ്റേറ്റ്, ബ്യൂട്രേറ്റ്, പ്രൊപ്യോണേറ്റ് എന്നിങ്ങനെ പറയുന്ന 3 ഫാറ്റി ആസിഡ്സ് ആണ് പ്രധാനമായിട്ടും ഇവർക്ക് എനർജി സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ആനകളിലേക്ക് വരാം. പശുക്കളുടെ അത്ര എഫിഷ്യന്റ് അല്ല ആനകളുടെ ദഹന വ്യവസ്ഥ. വയറ്റിലെത്തുന്നതിന് മുൻപാണ് പശുക്കളില് ഈ മൈക്രോബിയൽ ഡൈജഷൻ നടക്കുകയെങ്കിൽ ആനകളില് അത് വയറിനും ചെറുകുടലിനും ശേഷമാണ്. സീക്കം എന്ന് പറയുന്ന ഒരു ഭാഗത്തായിട്ടാണ് ആനകൾക്ക് കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉള്ളത്. അതുകൊണ്ട് പശുക്കളേനെ ഫോർഗട്ട് ഫെർമെന്റർ എന്ന് പറയുന്ന സമയത്ത് ആനകളേനെ ഹൈൻഗട്ട് ഫെർമെന്റർ എന്നാണ് പറയാറ്. പശുക്കളെ പോലെ തന്നെ ഇവരുടെ എനർജി സോഴ്സ് പ്രധാനമായിട്ടും വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് തന്നെയാണ്. പശുവിനെ വെച്ച് നോക്കുന്ന സമയത്ത് വെറും 40 മുതൽ 50% എഫിഷ്യൻസി മാത്രമേ ആനകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവര് തീറ്റയ്ക്കായിട്ട് ചെലവഴിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഭക്ഷണം കഴിച്ചാലാണ് ഇവർക്ക് വേണ്ട എനർജി ആക്കാൻ പറ്റുള്ളൂ. 18 മണിക്കൂറോളമാണ് ഇവര് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കാറ്. ഏകദേശം 270 കിലോഗ്രാം ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ആവുക. എഫിഷ്യൻസി കുറവാണെങ്കിലും അത് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒരുപാട് വലുപ്പമുള്ള കുടലും അതിൽ പശുക്കളെക്കാട്ടും കൂടുതൽ സൂക്ഷ്മാണുക്കളിൽ ലോഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. നൗ ലെറ്റ്സ് അഡ്രസ് ആനയും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ദഹിപ്പിക്കാൻ സൂക്ഷ്മാണുക്കളില്ല, നമ്മുടെ എനർജി സോഴ്സ് ഗ്ലൂക്കോസ് ആണ് എന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ മനസ്സിലാക്കി കാണും.